വിമാനത്തിൻ്റെ 2 എഞ്ചിനുകൾ നിലച്ചാൽ എല്ലാം തീർന്നുവെന്ന്. യാത്രക്കാരെ സുരക്ഷിതമായി നിലത്തിറക്കിയ നെഞ്ചിടിപ്പിക്കുന്ന ഉദ്വേഗവും സാഹസികവും നിറഞ്ഞതായ സംഭവങ്ങൾ. എഞ്ചിനുകൾ പൂർണ്ണമായും ഫെയിലായാൽ വിമാനത്തിന് കാറ്റ്, ഭാരം ഇവ അനുസരിച്ച് 2 എഞ്ചിനുകൾ നിലച്ചാൽ പിന്നെ ഫ്ലൈറ്റിൽ കറണ്ട് ഉണ്ടാവില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. ഈ ചെറിയ പ്രൊപ്പല്ലർ വിമാനത്തിൻ്റെ ഗ്ലൈഡ് ചെയ്യുന്ന വേഗതയിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് യാത്രക്കാർക്ക് ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിച്ച് 10 മുതൽ 20 മിനിറ്റ് വരെ ഓക്സിജൻ നൽകാം. അടുത്തത്, പൈലറ്റ് എങ്ങനെ ഫ്ലൈറ്റിനെ നിയന്ത്രിക്കും? ഒരു ഫ്ലാറ്റ് ഏരിയ അല്ലെങ്കിൽ കൃഷിയിടം, ഹൈവേ, തടാകം തിരഞ്ഞെടുത്ത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫ്യൂവൽ എക്സോഷൻ മൂലം 2 എഞ്ചിനുകളും ഫെയിലായി. ഗ്രൗണ്ടിലെ കാണികൾ വിമാനം താഴ്ന്നു പറന്നുവെന്ന് കണ്ടപ്പോൾ അവർ സൈഡിലേക്ക് ഓടി മാറി. ബേർഡ് സ്ട്രൈക്ക് മൂലം 2 എഞ്ചിനുകൾ ഫെയിലായി. അവസാനം ഹഡ്സൺ നദിയിലെ ഇടിച്ചിറക്കാൻ തീരുമാനിച്ചു. അടുത്തത് നിങ്ങൾ ചോദിച്ചേക്കാം, വിമാനയാത്ര സുരക്ഷിതമാണോ? ഇന്ത്യയിൽ ഒരു ദിവസം നടക്കുന്ന റോഡ് അപകടങ്ങളുടെ ശരാശരി എണ്ണം 460 എന്നായിരിക്കെ മന്ന വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലരും ചിന്തിക്കും, വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷം പറക്കൽ സമയത്ത് ഉയരത്തിൽ വെച്ച് വിമാനത്തിൻ്റെ 2 എഞ്ചിനുകൾ നിലച്ചാൽ എല്ലാം തീർന്നുവെന്ന്. എന്നാൽ അങ്ങനെയല്ല, രക്ഷപ്പെടാൻ മാർഗമുണ്ട്. ഇവിടെ അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട വിമാനം വെറും 625 അടി മാത്രമേ ഉയർന്നുള്ളൂ എന്ന്, അതിനാൽ പൈലറ്റിന് ഒന്നും ചെയ്യുവാൻ സമയം കിട്ടിയില്ല എന്ന് നിങ്ങൾ വാർത്തകളിൽ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു കാണുമല്ലോ. നിങ്ങൾ എഞ്ചിനില്ലാതെ പറക്കുന്ന ഗ്ലൈഡർ കണ്ടിട്ടില്ലേ? അവ ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന പോലെ തന്നെ വിമാനങ്ങൾക്കും സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാൻ സാധിക്കും. ആദ്യം നമുക്ക് ഗ്ലൈഡിങ്ങിൻ്റെ സാങ്കേതിക വശങ്ങളും പൈലറ്റുമാർ ചെയ്യേണ്ടതായ പ്രോട്ടോക്കോളും ഗ്ലൈഡിങ് ചെയ്യുന്ന വിധങ്ങളും പറഞ്ഞ ശേഷം അവസാനം ചരിത്രത്തിൽ ഗ്ലൈഡിങ്ങിലൂടെ യാത്രക്കാരെ സുരക്ഷിതമായി നിലത്തിറക്കിയ നെഞ്ചിടിപ്പിക്കുന്ന ഉദ്വേഗവും സാഹസികവും നിറഞ്ഞതായ സംഭവങ്ങൾ വിശദമായി പറയാം. പറക്കൽ സമയത്ത് എഞ്ചിനുകൾ നിന്നു പോകുന്ന സാഹചര്യത്തിൽ വിമാനം ഭൂമിയിൽ നിന്നും കുറഞ്ഞത് ഒരു 5000 അടിയെങ്കിലും ഉയരത്തിലായിരിക്കണം. എങ്കിലേ പൈലറ്റിന് സുരക്ഷിതമായി ഗ്ലൈഡ് ചെയ്യുവാനുള്ള സമയവും സാഹചര്യവും ലഭിക്കുകയുള്ളൂ. 2 എഞ്ചിനുകളും ഫെയിലായാൽ ഗ്ലൈഡ് ചെയ്ത് സുരക്ഷിതമായി ഫ്ലൈറ്റ് എങ്ങനെ ഇറങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്ലൈഡിങ്ങിൻ്റെ അടിസ്ഥാനം. ബോയിങ് 787 ഡ്രീം ലൈനറിൻ്റെ ഗ്ലൈഡിംഗ് റേഷ്യോ 17:1 ആണ്. അതായത് 1 അടി താഴേക്ക് ഫ്ലൈറ്റ് വരുമ്പോൾ 17 അടി ദൂരം മുൻപോട്ട് ഗ്ലൈഡ് ചെയ്യാം. ഫ്ലൈറ്റ് മിനിമം 5000 അടിയെങ്കിലും ഉയരം ഉണ്ടെങ്കിൽ ഗ്ലൈഡിങ്ങിന് വേണ്ടി പൈലറ്റിന് ഒരു റൺവേ അല്ലെങ്കിൽ സുരക്ഷിത ലാൻഡിംഗ് ഏരിയ കണ്ടെത്തുവാനും വിമാനം അലൈൻ ചെയ്യുവാനും ലാൻഡിങ്ങിന് തയ്യാറെടുക്കുവാനും മതിയായ സമയം ലഭിക്കും. 5000 അടി ഉയരത്തിൽ നിന്നും ഫ്ലൈറ്റിന് 26 കിലോമീറ്റർ എങ്കിലും ദൂരം മുൻപോട്ട് ഗ്ലൈഡ് ചെയ്യാൻ കഴിയും. ഇത് ഒരു വിമാനത്താവളം കണ്ടെത്താൻ മതിയായ ദൂരം നൽകിയേക്കാം. 5000 അടിയിൽ നിന്ന് ഗ്ലൈഡ് ചെയ്യുമ്പോൾ താഴേക്കുള്ള സ്പീഡ് 800 അടി പെർ മിനിറ്റ് എന്ന നിരക്കിൽ ഏകദേശം 6-7 മിനിറ്റ് പൈലറ്റിന് ലഭിക്കും. ഇത് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുവാനുള്ള സമയമാണ്. എന്നാൽ ചില ഘടകങ്ങൾ ഗ്ലൈഡിംഗ് സ്പീഡിനെ ബാധിക്കാം. അവ കാറ്റിൻ്റെ അവസ്ഥ. ടെയിൽ വിൻഡ് ഉണ്ടെങ്കിൽ വിമാനം പറക്കുന്ന അതേ ദിശയിലേക്കുള്ള കാറ്റ് എങ്കിൽ ഗ്ലൈഡിംഗ് സ്പീഡ് കൂടും. അപ്പോൾ ഗ്ലൈഡിങ് ദൂരം കുറയാനിടയാവും. എന്നാൽ നേരെ തിരിച്ച് ഹെഡ് വിൻഡ് എതിർദിശയിലേക്കുള്ള കാറ്റുണ്ടെങ്കിൽ ദൂരവും സമയവും കൂടുതൽ ലഭിക്കും. വിമാനത്തിൻ്റെ ഭാരം കൂടുതലാണെങ്കിൽ ഗ്ലൈഡിംഗ് ദൂരം കുറയും. 35,000 അടി അതായത് 10.7 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുമ്പോൾ എഞ്ചിനുകൾ പൂർണ്ണമായും ഫെയിലായാൽ വിമാനത്തിന് കാറ്റ്, ഭാരം ഇവ അനുസരിച്ച് 300 കിലോമീറ്റർ ദൂരം ഗ്ലൈഡ് ചെയ്യുവാൻ സാധിക്കും. ഓർക്കുക, ബോയിങ് 787ൻ്റെ കാര്യക്ഷമമായ വിങ് ഡിസൈൻ, ലൈറ്റ് വെയ്റ്റ്, കമ്പോസിറ്റ് മെറ്റീരിയലുകൾ എന്നിവ മികച്ച ഗ്ലൈഡിംഗ് റേഷ്യോ നൽകുന്നു. ഇനി അടുത്തത്, ഇത്തരം സാഹചര്യങ്ങളിൽ എമർജൻസി ഗ്ലൈഡിംഗ് പ്രോട്ടോക്കോൾ ഉണ്ട്. അവ നമുക്ക് നോക്കാം. പൈലറ്റ് വിമാനത്തെ ബെസ്റ്റ് ഗ്ലൈഡ് സ്പീഡ് നിലനിർത്തും. ഇത് ഡ്രാഗ് കുറച്ച് ഗ്ലൈഡിംഗ് ദൂരം പരമാവധി വർദ്ധിപ്പിക്കുന്ന വേഗതയാണ്. ഡ്രാഗ് എന്നത് വിമാനത്തിൻ്റെ ചലനദിശയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന വായുവിനെ പോലെയുള്ള റെസിസ്റ്റൻസ് ഫോഴ്സ്, പ്രതിരോധ ശക്തിയാണ്. ബോയിങ് 787ൻ്റെ കാര്യത്തിൽ വിമാനത്തിൻ്റെ ഭാരം അനുസരിച്ച് ഇത് ഏകദേശം 400 കിലോമീറ്റർ പെർ അവർ ആയിരിക്കാം. 2 എഞ്ചിനുകൾ നിലച്ചാൽ പിന്നെ ഫ്ലൈറ്റിൽ കറണ്ട് ഉണ്ടാവില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ വിമാനത്തിന് നിയന്ത്രണത്തിന് ആവശ്യമായ ഹൈഡ്രോളിക്, ഇലക്ട്രിക് പവർ എന്നിവയ്ക്ക് വേണ്ടിയ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള വഴി നോക്കണം. അതിനായി പ്രധാനമായും 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന വിധം നമുക്ക് നോക്കാം. റാം എയർ ടർബൈൻ RAT. ഇതൊരു ചെറിയ വിൻഡ് ടർബൈൻ, കാറ്റാടി പോലെയുള്ള ഉപകരണമാണ്. വിമാനത്തിൻ്റെ വിങ്ങിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ബെല്ലിയിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇത് എല്ലാ എഞ്ചിനുകളും ഫെയിലായാൽ
ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കും. റാം എയർ ടർബൈൻ RAT എന്നത് ആണ് ഇതിൻ്റെ പേര്. ഈ ചെറിയ പ്രൊപ്പല്ലർ വിമാനത്തിൻ്റെ ഗ്ലൈഡ് ചെയ്യുന്ന വേഗതയിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് ഫ്ലൈറ്റിന് അത്യാവശ്യം ഗ്ലൈഡിംഗ് ആവശ്യത്തിന് വേണ്ടുന്നതായ ഹൈഡ്രോളിക്, ഇലക്ട്രിക്കൽ പവർ എന്നിവ നൽകുന്നു. RAT ഏകദേശം 5 മുതൽ 15 kVA പവർ ഉൽപ്പാദിപ്പിക്കുന്നു. RATയുടെ പവർ ഉപയോഗിച്ച് പൈലറ്റിന് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം മുഴുവനും പ്രവർത്തിപ്പിക്കാം. എന്നാൽ AC, ഫാൻ ഇവ പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ എമർജൻസി ലൈറ്റിങ്, കോക്പിറ്റ് ലൈറ്റിങ്, ക്യാബിൻ എമർജൻസി ലൈറ്റിങ്, എക്സിറ്റ് സൈൻസ് എന്നിവ RAT ഉപയോഗിച്ച് ഓണായിരിക്കും. 14,000 അടി ഉയരത്തിൽ മുകളിൽ ഗ്ലൈഡ് ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിച്ച് 10 മുതൽ 20 മിനിറ്റ് വരെ ഓക്സിജൻ നൽകാം. 10,000 അടിയിൽ താഴെ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ശ്വസിക്കാം. കുറച്ച് മിനിറ്റുകളല്ലേ ഉള്ളൂ. അതുവഴി വിമാനം ഗ്ലൈഡ് ചെയ്ത് നമുക്ക് ലാൻഡിങ് ശ്രമിക്കാമല്ലോ. അടുത്തത്, പവർ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു വിധം കൂടിയുണ്ട്. ഓക്സിലറി പവർ യൂണിറ്റ്, APU എന്നാണ് അത് പറയുന്നത്. APU ഒരു ചെറിയ ടർബൈൻ എഞ്ചിനാണ്. വിമാനത്തിൻ്റെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. എഞ്ചിനുകൾ ഫെയിലായാൽ APU സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അത് ഫ്ലൈറ്റിന് വേണ്ടുന്ന ഇലക്ട്രിക്കൽ പവർ, ഹൈഡ്രോളിക് പവർ നൽകും. റാം എയർ ടർബൈൻ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനേക്കാളും പവർ, അതായത് 100 മുതൽ 150 kVA ഇലക്ട്രിക്കൽ പവർ, AC പവർ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ APUവിന് ത്രസ്റ്റ് നൽകാൻ കഴിയില്ല. പക്ഷേ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, നാവിഗേഷൻ ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കും. ഉയർന്ന ഉയരങ്ങളിൽ, അതായത് 30,000 അടിക്ക് മുകളിൽ വായു സാന്ദ്രത കുറവായതിനാൽ APU സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ താഴ്ന്ന ഉയരങ്ങളിലേക്ക് വരുമ്പോൾ 20,000 അടി താഴെ ഫ്ലൈറ്റ് എത്തിയാൽ APUവിന് പ്രവർത്തിക്കാൻ സാധിക്കും. അടുത്തത്, പൈലറ്റ് എങ്ങനെ ഫ്ലൈറ്റിനെ നിയന്ത്രിക്കും? അതിനുള്ള മാർഗമാണ് FBW, ഫ്ലൈ ബൈ വയർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിനായി യോക്ക്, റഡർ പെഡൽസ്, ത്രോട്ടിൽ ലിവർ എന്നീ 3 ഡിവൈസുകൾ ഉപയോഗിച്ച് വിമാനം നിയന്ത്രിക്കാം. നമുക്ക് ഒന്നാമത്തെ കാര്യം യോക്ക് അല്ലെ കൺട്രോൾ കോളം എന്ന് പറയുന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. പൈലറ്റിന് മുന്നിൽ ഒരു യോക്ക് U ആകൃതിയിലുള്ള കൺട്രോൾ കോളം ഉണ്ട്. യോക്ക് വിമാനത്തിൻ്റെ നോസ് അല്ലെ മൂക്കിനെ മുകളിലേക്കോ താഴേക്കോ ഒപ്പം വിങ്സിനെ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിക്കുവാൻ സഹായിക്കുന്നു. അടുത്തത് റഡർ പെഡൽസ് ആണ്. റഡർ പെഡൽസ് എന്ന് പറയുന്നത് കോക്പിറ്റിൻ്റെ തറയിലെ പൈലറ്റിൻ്റെ കാലുകൾക്ക് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ളവയാണ്. ഇവ വിമാനത്തിന് നോസ്, മൂക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുവാൻ സഹായിക്കുന്നു. അടുത്തത് ത്രോട്ടിൽ ലിവേഴ്സ് ആണ്. ഇത് ത്രസ്റ്റ് ലിവേഴ്സ് എന്നും അറിയപ്പെടുന്നു. കോക്പിറ്റിൻ്റെ സെൻട്രൽ കൺസോളിൽ പൈലറ്റിനും കോ പൈലറ്റിനും എന്നിവർക്കിടയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബോയിങ് 787-ന് 2 എഞ്ചിൻ ഉള്ളതിനാൽ 2 ത്രോട്ടിൽ ലിവേഴ്സ് ഉണ്ട്. എഞ്ചിൻ ത്രസ്റ്റ് പവർ നിയന്ത്രിക്കാൻ ഇവ സഹായിക്കും. വിമാനത്തിൻ്റെ FBW, ഫ്ലൈ ബൈ വയർ സിസ്റ്റം, കോപ്പർ വയേഴ്സ്, ഫൈബർ ഒപ്റ്റിക് കേബിൾസ്, ഹൈഡ്രോളിക് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് പൈലറ്റിനെ വിമാനം നിയന്ത്രിക്കാം. വയർ സിസ്റ്റം മുൻപ് പറഞ്ഞ വയറുകൾ, യോക്ക്, റഡർ പെഡൽസ്, ത്രോട്ടിൽ ലിവേഴ്സ് എന്നിവയെ ഫ്ലൈറ്റ് കമ്പ്യൂട്ടറുമായി ബന്ധിക്കുന്നു. ഇവയുടെ ചലനം സെൻസറുകൾ വഴി ഇലക്ട്രിക്കൽ സിഗ്നലായി മാറ്റപ്പെടുന്നു. ഈ സിഗ്നൽ വയറുകൾ വഴി ഡിജിറ്റൽ സിഗ്നലായി ഫ്ലൈറ്റ് കമ്പ്യൂട്ടറിലേക്ക് അയക്കപ്പെടുന്നു. കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് കമാൻഡ് നൽകി കൺട്രോൾ സർഫസ് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇനി അടുത്ത ലാൻഡിംഗ് ആണ്. ഇനി ലാൻഡ് ചെയ്യണമല്ലോ. അതിനായി അടുത്തുള്ള വിമാനത്താവളം തിരഞ്ഞെടുക്കണം. അതിനായി പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ ATCയുമായി ബന്ധപ്പെട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്യും. അടുത്തുള്ള റൺവേകളിലേക്ക് ഗ്ലൈഡ് ചെയ്യാൻ ATC സഹായിക്കും. പൈലറ്റ് ഗ്ലൈഡിംഗ് ദൂരത്തിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരഞ്ഞെടുക്കും. ബോയിങ് 787-ൻ്റെ ഗ്ലൈഡിംഗ് റേഷ്യോ 17:1 ആയതിനാൽ 35,000 അടി ഉയരമെങ്കിൽ 291 കിലോമീറ്റർ ദൂരം ഗ്ലൈഡ് ചെയ്യുവാൻ സാധിക്കും. ഈ ദൂരത്തിനുള്ളിൽ ഒരു റൺവേ കണ്ടെത്താൻ എളുപ്പമാണ്. അടുത്തത് എമർജൻസി ലാൻഡിംഗ് ഓപ്ഷനുകൾ. ഒരു വിമാനത്താവള റൺവേ ലഭ്യമാണെങ്കിൽ പൈലറ്റ് അവിടെ ലാൻഡ് ചെയ്യുവാൻ ശ്രമിക്കും. ഒരു വിമാനത്താവളം ലഭ്യമല്ലെങ്കിൽ ഓഫ് എയർപോർട്ട് ലാൻഡിംഗ്, ഒരു ഫ്ലാറ്റ് ഏരിയ അല്ലെങ്കിൽ കൃഷിയിടം, ഹൈവേ, തടാകം തിരഞ്ഞെടുത്ത് ലാൻഡ് ചെയ്യുവാൻ ശ്രമിക്കാം. ഗ്ലൈഡിങ്ങിലൂടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാൻ ലാൻഡിംഗ് ഗിയർ ഡിപ്ലോയ് ചെയ്യുവാൻ RATയുടെ ഹൈഡ്രോളിക് പവർ ഉപയോഗിക്കാം. ഗിയർ ഡിപ്ലോയ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ബെല്ലി ലാൻഡിംഗ്, വിമാനത്തിൻ്റെ അടിഭാഗം ഉപയോഗിച്ച് ലാൻഡിംഗ് നടത്തേണ്ടി വരും. പൈലറ്റ് ട്രെയിനിങ്. പൈലറ്റുമാരെ ടോട്ടൽ എഞ്ചിൻ ഫെയിലിയറിനുള്ള സിമുലേറ്റർ ട്രെയിനിങ് നേടിയവരാണ്. അടുത്ത നേരത്തെ പറഞ്ഞിട്ടുള്ള വിജയകരമായ ഗ്ലൈഡിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ. എയർ കാനഡ ഫ്ലൈറ്റ് 143 1983 ബോയിങ് 767 ഫ്യൂവൽ തീർന്ന് 2 എഞ്ചിനുകളും ഫെയിലായി. 17:1 റേഷ്യോ ഉപയോഗിച്ച് 120 കിലോമീറ്റർ ഗ്ലൈഡ് ചെയ്ത് കാനഡ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഗിംബ്ലിയിൽ ലാൻഡ് ചെയ്തു. 1983 ജൂലൈ 23 എയർ കാനഡ ഫ്ലൈറ്റ് 143 മോൺട്രിയലിൽ നിന്ന് എഡ്മണ്ടനിലേക്ക് പറക്കവേ ഫ്യൂവൽ എക്സോഷൻ മൂലം 2 എഞ്ചിനുകളും ഫെയിലായി. ഫ്യൂവൽ ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റർ സിസ്റ്റം, അതായത് FQIS തെറ്റായി പ്രവർത്തിച്ചതിനാലാണ്.
ഗ്രൗണ്ട് ക്രൂ മാനുവലായി ഡിപ്സ്റ്റിക്ക് മെത്തേഡ് ഉപയോഗിച്ച് ഫ്യൂൽ ചെക്ക് ചെയ്തപ്പോൾ പിഴവ് സംഭവിച്ചു. ആവശ്യമായ പകുതി മാത്രം ഫ്യൂവലാണ് ലോഡ് ചെയ്തിരുന്നത്. ഫ്ലൈറ്റ് 41,000 അടി ഉയരത്തിൽ പറക്കവേ ഫ്യൂൽ പ്രഷർ വാണിംഗ് ലഭിച്ചു. അങ്ങനെ 28,000 അടി താഴെ എത്തിയപ്പോൾ ഇടത്തെ എഞ്ചിൻ ഫെയിലായി. വളരെ താമസിക്കാതെ വലത്തെ എഞ്ചിനും ഫെയിലായി. ഓക്സിലറി പവർ യൂണിറ്റ് APU ഓഫായി. മിനിമൽ പവർ മാത്രം. റാം എയർ ടർബൈൻ RAT ലിമിറ്റഡ് ഹൈഡ്രോളിക് പവർ കൊടുത്തു. ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സൺ ഗ്ലൈഡർ പൈലറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. ഫസ്റ്റ് ഓഫീസർ മോറിസ് എന്നിവർ ഗ്ലൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ബോയിങ് 767 ഗ്ലൈഡ് റേഷ്യോ നേരത്തെ പറഞ്ഞ പോലെ 17:1. ഒരടി ഉയരം കുറയുമ്പോൾ 17 അടി മുന്നോട്ട് ഗ്ലൈഡ് ചെയ്യാം. അങ്ങനെ 120 കിലോമീറ്റർ ഗ്ലൈഡ് ചെയ്ത് ഗിംലി മാനിറ്റോബയിലെ ഉപേക്ഷിക്കപ്പെട്ട റോയൽ കനേഡിയൻ വ്യോമസേന താവളത്തിലെത്തി. ഗിംലി ഇൻഡസ്ട്രിയൽ പാർക്ക് എയർപോർട്ടായിരുന്നു അത്. റൺവേയിൽ ലാൻഡ് ചെയ്തു. റൺവേയിൽ കാർ റേസിംഗ് നടക്കുകയായിരുന്നു. റേഡിയോ കമ്മ്യൂണിക്കേഷൻ നിലച്ചു പോയിരുന്നു. RAT മിനിമൽ പവർ പ്രൊവൈഡ് ചെയ്തു. ATCയുമായോ ഗ്രൗണ്ട് ക്രൂവുമായോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഗ്രൗണ്ടിലെ കാണികൾ വിമാനം താഴ്ന്നു പറന്നുവെന്ന് കണ്ടപ്പോൾ എമർജൻസി സിറ്റുവേഷൻ മനസ്സിലാക്കി. അവർ സൈഡിലേക്ക് ഓടി മാറി. കാറുകളും പെട്ടെന്ന് മാറ്റി സംഘാടകർ ലോക്കൽ മോട്ടോർ ക്ലബ്ബ് മൈക്കിലൂടെ അറിയിപ്പ് കൊടുത്തു. ജനക്കൂട്ടം പെട്ടെന്ന് മാറി. ഹൈഡ്രോളിക് പവർ ഇല്ലാത്തതിനാൽ ലാൻഡിംഗ് ഗിയർ മുഴുവൻ നിവർന്നില്ല. പിന്നെ നോസ് ഗിയർ ലോക്കും ആയില്ല. ലാൻഡിങ്ങിന് ശേഷം നോസ് താഴ്ന്നു. തന്മൂലം ചിലർക്ക് ചെറിയ പരിക്കുകൾ പറ്റി. എമർജൻസി സ്ലൈഡിലൂടെ യാത്രക്കാർ നിലത്തിറങ്ങി. 65 പാസഞ്ചേഴ്സ്, 8 ക്രൂ, ടോട്ടൽ 69 പേർ. എല്ലാവരും സേഫ്. വിമാനം നന്നാക്കി വീണ്ടും പറക്കാൻ തുടങ്ങി. ഗിംലി റൈഡർ എന്ന പേര് ലഭിച്ചു. 2008 വരെ എയർ കാനഡ സർവീസ് നടത്തി. അടുത്ത രണ്ടാമത്തെ സംഭവം 2009 ജനുവരി 15 US എയർവേസ് ഫ്ലൈറ്റ് 1549 ന്യൂയോർക്കിലെ ലൊഗാർഡി എയർപോർട്ടിൽ നിന്ന് ഷാർലറ്റ് നോർത്ത് കരോളിനിലേക്ക് പറക്കവേ ബേർഡ് സ്ട്രൈക്ക് മൂലം 2 എഞ്ചിനുകൾ ഫെയിലായി. സമയം ഉച്ചകഴിഞ്ഞ് 2:27. ടേക്ക് ഓഫ് ചെയ്ത് വെറും 90 സെക്കൻഡിനുള്ളിൽ സംഭവം ഉണ്ടായി. ഓർക്കുക, 90 സെക്കൻഡിനുള്ളിൽ. 3000 അടി ഉയരത്തിൽ വിമാനം കാനഡ ഗീസ് പക്ഷികൾ ഒരു കൂട്ടമായി വന്ന് ഇടിച്ചു. 2 എഞ്ചിനുകളും ഫെയിലായി. വലത് എഞ്ചിൻ ഉടനടി നിന്നു, ഇടത് എഞ്ചിൻ പിന്നീട്. ഒരു എഞ്ചിൻ 4 പൗണ്ട് അതായത് 1.8 kg ഭാരമുള്ള പക്ഷിയുടെ ഇടി ചെറുക്കുവാൻ സർട്ടിഫൈഡ് ആണ്. പക്ഷേ ഈ പക്ഷികൾ 8 മുതൽ 10 വരെ പൗണ്ട് ഭാരമുള്ളവയായിരുന്നു. കൂട്ടമായി വന്ന് പല പ്രാവശ്യം ഇടിച്ചു. എഞ്ചിൻ കോറിനെ ഡാമേജ് ആക്കി. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ സള്ളി 57 വയസ്സ്, 20,000 മണിക്കൂർ പറക്കൽ പരിചയമുണ്ട്. US എയർഫോഴ്സിന്റെ മുൻ ഫൈറ്റർ പൈലറ്റ് കൂടിയായിരുന്നു. ഫസ്റ്റ് ഓഫീസർ ജെഫ് സ്കൈൽസ് 49 വയസ്സ്, 15,000 മണിക്കൂർ പറക്കൽ പരിചയം. ലൊഗാർഡി എയർപോർട്ടിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചു. പക്ഷേ ഉയരം 3000 അടി, വേഗത പോരാ എന്ന് മനസ്സിലാക്കി. അടുത്ത ടെറ്റർബറോ എയർപോർട്ടിലേക്ക് ന്യൂജേഴ്സി, അതായത് 10 മുതൽ 12 മൈൽ വരെ അകലെ. അത് പരിഗണിച്ചു. പക്ഷേ ഗ്ലൈഡ് ഡിസ്റ്റൻസ് പോരാ. അവസാനം ഹഡ്സൺ നദിയിലെ ഡിച്ചിങ് ഇടിച്ചിറക്കാൻ തീരുമാനിച്ചു. നഗരമേഖലകൾ ഒഴിവാക്കി സേഫ് ലാൻഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ എന്ന് തോന്നി. എയർബസ് A320 ഗ്ലൈഡിംഗ് ഡിസ്റ്റൻസ് നേരത്തെ പറഞ്ഞാൽ 17:1 ആയിരുന്നു. 3000 അടിയിൽ നിന്ന് ഏകദേശം 9 മുതൽ 10 മൈൽ വരെ ഗ്ലൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്സിലറി പവർ യൂണിറ്റ് APU ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി. ഇലക്ട്രിക്കൽ പവർ ഹൈഡ്രോളിക് പ്രൊവൈഡ് ചെയ്തു. ഫ്ലൈ ബൈ വയർ FBW സിസ്റ്റം ആക്റ്റീവ് ആയിരുന്നു. സള്ളി ഡിച്ച് സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്തു. എന്താണ് ഡിച്ച് സ്വിച്ച്? ഒരു വിമാനം വെള്ളത്തിൽ എമർജൻസി ലാൻഡിംഗ് അല്ലെങ്കിൽ ഡിച്ചിങ് നടത്തേണ്ടി വരുമ്പോൾ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നു. ഇത് വിമാനത്തിന് താഴെയുള്ള എല്ലാ വെന്റുകളും, എല്ലാ വാൽവുകളും, റാം എയർ വെന്റിലേഷൻ വാൽവുകളും മുതലായവ എല്ലാം അടയ്ക്കുന്നു. അങ്ങനെ വിമാനത്തിന്റെ അടുത്തോട്ട് ഒരു കപ്പലിന്റെ പോലെ വാട്ടർ ടൈറ്റ് ആക്കി. ഫ്ലോട്ടേഷൻ ടൈം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാനുള്ള സമയം വർദ്ധിപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് 3:31 PM നദിയിൽ ഫ്ലൈറ്റ് സ്മൂത്തായി ലാൻഡ് നടത്തി. വിമാനം ആദ്യം വാലുമേൽ ഇടിച്ചിറക്കി. പിൻഭാഗത്ത് കേടുകൾ സംഭവിച്ചു. പക്ഷേ വിമാനം തകരുകയോ മെയിൻ ബോഡി വേർപെട്ടു പോവുകയോ ചെയ്യാതെ പൂർണ്ണമായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. 150 യാത്രക്കാർ, 5 ക്രൂ, ആകെ 155 പേർ ഉണ്ടായിരുന്നു. ലൈഫ് റാഡ്സ്, വായു നിറച്ച രക്ഷാചങ്ങാടം, എമർജൻസി സ്ലൈഡ്സ് ഉപയോഗിച്ച് യാത്രക്കാർ ഫ്ലൈറ്റിന്റെ വിങ്സിന് മുകളിൽ സുരക്ഷിതരായി പൊങ്ങി നിന്നു. സമീപത്തുള്ള കടത്തുവള്ളങ്ങൾ, ബോട്ടുകൾ, മറ്റ് രക്ഷാപ്രവർത്തകർ 9 മിനിറ്റിനുള്ളിൽ എത്തി എല്ലാവരെയും രക്ഷിച്ചു. 1-2 പേർക്ക് മാത്രം ചെറിയ പരിക്കുകൾ. ജനുവരി മാസമായതിനാൽ നല്ല തണുപ്പുള്ള സമയം. നദിയിലെ തണുത്ത വെള്ളം. എങ്കിലും 155 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അങ്ങനെ ഈ സംഭവത്തിന് മിറക്കിൾ ഓൺ ദ ഹഡ്സൺ എന്ന പേര് ലഭിച്ചു. സള്ളിയുടെ പെട്ടെന്നുള്ള തീരുമാനം, ക്വിക്ക് ഡിസിഷൻ, സിമുലേറ്റർ ട്രെയിനിങ്, എക്സ്പീരിയൻസ് എന്നിവയെല്ലാം വാനോളം എല്ലാവരും പുകഴ്ത്തി. വിമാനം നദിയിൽ നിന്ന് വീണ്ടെടുത്തു. ഇപ്പോൾ സള്ളൻബർഗ് കരോളിൻ ഏവിയേഷൻ മ്യൂസിയത്തിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങൾ ചോദിച്ചേക്കാം, വിമാനയാത്ര സുരക്ഷിതമാണോ?
2022 മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ MORTHന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ മാത്രം ദിവസവും റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ ശരാശരി എണ്ണം 460 അതായത് 4.6 ലക്ഷം റോഡ് അപകടങ്ങൾ, 1.68 ലക്ഷം മരണങ്ങളും ഉണ്ടാകുന്നു. നിങ്ങൾ ഈ കാണുന്നത് തേനീച്ചക്കൂട് ഒന്നുമല്ല, ഒരു ദിവസം ആകാശത്തിലൂടെ പറക്കുന്ന ഫ്ലൈറ്റുകളുടെ ദൃശ്യമാണ്. 2024 ഡേറ്റ അനുസരിച്ച് ഒരു ദിവസം ശരാശരി 1,02,000-ഓളം കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളാണ് ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ്, മിലിറ്ററി ഫ്ലൈറ്റുകൾ ഉൾപ്പെടുത്തിയാൽ എണ്ണം പിന്നെയും കൂടും. ഒഫീഷ്യൽ എയർലൈൻ ഗൈഡ് OAGയുടെ കണക്കാണിത്. ഇത് ഒരു ഏവിയേഷൻ ഡേറ്റ ആൻഡ് അനലൈസിംഗ് കമ്പനിയാണ്. 2024 ഏവിയേഷൻ സേഫ്റ്റി നെറ്റ്വർക്ക് ASന്റെ കണക്ക് പ്രകാരം ഒരു വർഷം വെറും 318 പേരാണ് വിമാന അപകടം വഴി ലോകവ്യാപകമായി മരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരു ദിവസം നടക്കുന്ന റോഡ് അപകടങ്ങളുടെ ശരാശരി എണ്ണം 460 എന്നായിരിക്കെ ലോകമാകമാനം ഒരു വർഷം കൊണ്ട് നടക്കുന്ന മുഴുവൻ മരണങ്ങളുടെ എണ്ണം വെറും 318 വിമാന അപകടങ്ങളുടെ മരണം. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, വിമാനയാത്ര സുരക്ഷിതമാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് വിമാനയാത്ര ചെയ്യുന്ന എല്ലാവർക്കും മന്ന വ്ളോഗിന്റെ ഹാപ്പി ജേർണി. നന്ദി.